ഏവർക്കും സൂചക സംഖ്യകൾ അഥവാ കോർഡിനേറ്റ്സിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ് അക്ഷം വൈ അക്ഷം ആ രണ്ടക്ഷരങ്ങളെ വെച്ച് ഏത് ബിന്ദുവിന്റെ സ്ഥാനം കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞു അല്ലെ. ഒരുപാട് പ്രോബ്ലമൊക്കെ നമ്മൾ ചെയ്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകും രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലമാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ്. ഒരു പ്രതലത്തിലെ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാനാണ്. നമ്മൾ എക്സ് ആക്സും വൈ ആക്സും വരച്ചിട്ട് ഫസ്റ്റ് ക്വാർട്ടറിൽ പ്ലസും പ്ലസും, രണ്ടില് മൈനസ് പ്ലസ്, മൂന്നാമതിൽ മൈനസ് മൈനസ്, നാലാമതിൽ പ്ലസ് മൈനസ്, അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലെ. എക്സ് ആക്സിലാണെങ്കിൽ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും, വൈ ആക്സിലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. ആധാര ബിന്ദു 0,0 പറഞ്ഞു അല്ലെ. ഇനി രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം. ഇപ്പോ നമ്മൾ എക്സ് ആക്സും വൈ ആക്സും വരച്ചു 5,2. ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും 5,2. ഇവിടെ ഉണ്ടാവും -8,6. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും -8,6, -8,6. അങ്ങനെ പല ബിന്ദുക്കളും. ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിൽ എത്ര അകലമുണ്ട് എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. ഓക്കെ, അത് രണ്ട് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ വരും, രണ്ട് നെഗറ്റീവ് ആണെങ്കിൽ വരും. മൈനസ് ദാൻ പോസിറ്റീവ് ഇവിടെ, പ്ലസ് ദാൻ നെഗറ്റീവ് ഇവിടെ വരും. അപ്പോ ഏത് ബിന്ദു എടുത്താലും ആ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കാണാനുള്ള ഇക്വേഷൻ തൽക്കാലം നമുക്ക് x1 y1 എന്നുള്ള ഒരു പോയിന്റ്, ഇത് എവിടെയാണ്, ഇത് പോസിറ്റീവോ നെഗറ്റീവോ ഒന്നും അറിയില്ല. x1 y1 ഒരു പോയിന്റ് ആണ്. പിന്നെ ഒരു പോയിന്റ് x2 y2 ആണ്. ഇതിൽ പോസിറ്റീവോ നെഗറ്റീവോ ഒന്നും അറിയില്ല. ഇത് രണ്ട് പോയിന്റുകളാണ് ഒരു പ്ലെയിനില്. ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള അകലം കാണുന്ന സൂത്രവാക്യം, അകലം കാണുന്ന സൂത്രവാക്യം, അകലം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇവിടെ എക്സ് കോർഡിനേറ്റ്, ഇവിടെ എക്സ് കോർഡിനേറ്റ് നോക്കുക, x1 x2 അല്ലെ, അവർ തമ്മിൽ കുറക്കാം. x1 x2 കുറക്കാം, അല്ലെങ്കിൽ x2 x1 കുറക്കാം. എങ്ങനെയും കുറക്കാം. x1 x2 ആകാം, അല്ലെങ്കിൽ x2 x1 എങ്ങനെയാകാം, ഹോൾ സ്ക്വയർ. പ്ലസ് y1 y2 തമ്മിൽ എങ്ങനെ കുറക്കാം, y2 y1 y1 y2 എങ്ങനെയാകാം, ഹോൾ സ്ക്വയർ. ഇതാണ് അകലം കാണുന്ന സൂത്രം. റൂട്ട് ഓഫ് x1 x2 whole square plus y1 y2 whole square. ഇതാണ് ആ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം. ഓക്കേ, ഓക്കേ, 7,3 2,1 ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം നമുക്ക് അകലം കാണാറ്. ഡിസ്റ്റൻസ് ഈക്വൽ ടു അല്ലെ റൂട്ട് ഓഫ് x1 x2 whole square പ്ലസ് y1 y2 whole square അല്ലെ, അല്ലെങ്കിൽ x2 x1 എങ്ങനെയാ. ഇത് x ആണ്, ഇത് y ആണ്. വീണ്ടും ഇത് x ആണ്, ഇത് y ആണ്. അപ്പൊ ആദ്യം വരുന്ന xകളാണ്, രണ്ടാമത് വരുന്ന y. ഇതും x, ഇതും x. അപ്പൊ നമുക്ക് ഇവനെ x1 ഇതിനെ x2 വിളിക്കാം. ഫസ്റ്റ് വരുന്ന xകളാണ്. ഇതും രണ്ടാമത് വരുന്ന ഇതും y ആണ്, അതും y ആണ്. അപ്പൊ തിരിച്ചറിയാൻ y1 y2 എന്ന് പറഞ്ഞാൽ ഇത് x1 y1, ഇത് x2 y. അകലം കാണെങ്കിൽ റൂട്ട് ഓഫ് ഫസ്റ്റ് വരുന്ന 2 7 അല്ലേ. 7 വേണമെങ്കിൽ 2 കുറക്കാം, അല്ലെങ്കിൽ 2 വേണമെങ്കിൽ 7 കുറക്കാം. 7 2 കുറച്ചാൽ പ്ലസ് 5 ആണ്. പക്ഷെ 2 7 കുറച്ചാലോ മൈനസ് 5 ആണ്. അപ്പൊ 7 2 കുറച്ചാലും കുഴപ്പമില്ല, 2 7 കുറച്ചാലും കുഴപ്പമില്ല. കാരണം ഹോൾ സ്ക്വയർ എടുക്കണല്ലോ, കുറച്ചതിന് ശേഷം സ്ക്വയർ എടുക്കില്ലേ. അപ്പൊ 5ന്റെ സ്ക്വയർ അല്ലെങ്കിൽ മൈനസ് 5ന്റെ സ്ക്വയർ വരിക. 5ന്റെ സ്ക്വയർ മൈനസ് 5ന്റെ സ്ക്വയർ പ്ലസ് 25 അല്ലേ. അതുകൊണ്ടാണ് എങ്ങനെ കുറച്ചാൽ നമ്മൾ. അപ്പൊ 7 ആണ് ഇവിടെ ഫസ്റ്റ്, അവിടെ ഫസ്റ്റ് 2 ആണ്. 7 2 കുറക്കും. ഇവിടെയുള്ള ഫസ്റ്റും അവിടെയുള്ള ഫസ്റ്റും തമ്മിൽ കുറക്കുക, ഹോൾ സ്ക്വയർ പ്ലസ്. ഇനി സെക്കൻഡുകൾ തമ്മിൽ കുറക്കാം. 3 ഉണ്ട് 1 ഉണ്ട്. 3 - 1 ചെയ്യാം, 1 - 3 ചെയ്യാം. 3 1 തമ്മിൽ കുറക്കുക, സമ റൂട്ട് ഓഫ് 7 2 5 ആണ്. അപ്പൊ 5 പ്ലസ് 3 1 2 ആണ്, 2 സമ റൂട്ട് ഓഫ് 25 ആണ് 5ന്റെ സ്ക്വയർ. ഇത് 2ന്റെ സ്ക്വയർ 4. 25 4 കൂട്ടി 29 ആണ്, റൂട്ട് 29. റൂട്ട് 29 കറക്റ്റ്. റൂട്ട് 36 നമുക്ക് 6 തരാം. റൂട്ട് 25 ഉണ്ടെങ്കിൽ 5 തരാം. റൂട്ട് 29 ആണെങ്കിലോ അത് 5നേക്കാൾ വലുതാണ്, എന്നാൽ 6ലേക്ക് എത്തില്ല. ഒരു 5 സംതിങ് അല്ലേ. ആ അകലമായിരിക്കും ഈ ബിന്ദു തമ്മിലുണ്ടാവും. അപ്പൊ അങ്ങനെ റൂട്ട് 29 ഏരിയ ഇതാണ് അവർ തമ്മിൽ അകലം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 15,7 3,2 ഇവ തമ്മിലുള്ള അകലം ഡിസ്റ്റൻസ്. ഇവ തമ്മിൽ ഡിസ്റ്റൻസ് കാണും. ഡിസ്റ്റൻസ് ആണ് ഇക്വേഷൻ റൂട്ട് ഓഫ് അല്ലെ, സമ റൂട്ട് ഓഫ് 15 3
ഇതല്ലേ എക്സുകള് എക്സ് കോർഡിനേറ്റുകൾ അല്ലെ x1 x2 അവർ തമ്മിൽ കുറക്കാം. 15 3 കുറക്കാം അല്ലെങ്കിൽ 3 15 കുറക്കാം. എങ്ങനെ കുറക്കാം? കുറക്കാതെ ഹോൾ സ്ക്വയർ. പിന്നെ 7 2 കുറക്കാം. 7 2 കുറക്കാം. കണ്ടോ 7 2 കുറക്കാം ഹോൾ സ്ക്വയർ സമ റൂട്ട് ഓഫ് 15 3 എത്ര 12 അല്ലെ ഇത് 12 സ്ക്വയർ പ്ലസ് 7 2 5 സ്ക്വയർ സമ റൂട്ട് ഓഫ് 12 സ്ക്വയർ 144 5 സ്ക്വയർ 25 സമ റൂട്ട് ഓഫ് 144 കൂടെ 169 റൂട്ട് 169 റൂട്ട് ദൂരം 169 എന്ന് പറഞ്ഞാൽ കറക്റ്റ് 13 അത് 13ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 169 റൂട്ട് കറക്റ്റ് 13 കിട്ടും. ഇവിടുന്ന് ഇവിടം വരെ ഇവ തമ്മിൽ അകലം 13 യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്റ്റൻസ് കാണാം. -4,6 -1, -1 അകലം കാണാം. ഇതിന്റെ സൂത്രാക്യം സമം റൂട്ട് ഓഫ് ശ്രദ്ധിക്കുക അതിൽ മൈനസുകളാണ്. അപ്പൊ ഫസ്റ്റ് നോക്കുക എക്സുകൾ എക്സ് കോർഡിനേറ്റ് ഇവിടെ -4 ആണ് അവിടെ -1 ആണ്. അവർ തമ്മിൽ കുറക്കണം എന്നിട്ട് ഹോൾ സ്ക്വയർ എടുക്കും. മൈനസ് ഉണ്ട് അത് മൈനസ് ഉണ്ട് അല്ലെ മൈനസ് ഉണ്ടായിക്കോട്ടെ പ്ലസ് ആയിക്കോട്ടെ കുഴപ്പമില്ല. ഫസ്റ്റും തമ്മിൽ കുറക്കുക ഹോൾ സ്ക്വയർ. -4 ആണ് ഒരു ഫസ്റ്റ് അല്ലെ. പിന്നെ ഒരു ഫസ്റ്റ് ഏതാ -1 അല്ലേ ഇതാണ് ഒരു എക്സ് കോർഡിനേറ്റ് മറ്റേ എക്സ് കോർഡിനേറ്റ്. ഇവർ തമ്മിൽ രണ്ട് മൈനസ് ഉണ്ടോ ഇത് ആദ്യത്തെ x1 ആണ് പിന്നെ x2 ആണ്. ഇവർ തമ്മിൽ കുറക്കുക അതാ കുറച്ചു then ഹോൾ സ്ക്വയർ. പിന്നെയോ സെക്കൻഡ് ഇവിടെ 6 ആണ് ഇവിടെ -2 ആണ്. 6ഉം 2ഉം അല്ല 6ഉം -2 ആണ്. 6ഉം -1 കുറക്കുക ഹോൾ സ്ക്വയർ സമ റൂട്ട് ഓഫ് ഇത് -4 + 1 ആവും ഹോൾ സ്ക്വയർ. ഇത് 6 2 - 1 പ്ലസ് 6 + 2 ഹോൾ സ്ക്വയർ. ഓക്കെ സമം -4 + 1 വലുതിന് ചെറുത് കുറക്കുക വലുതിന്റെ സൈൻ കൊടുക്കുക കുറച്ച 3 അല്ലേ സൈൻ മൈനസ് അല്ലേ അപ്പൊ -3ന്റെ സ്ക്വയർ 6 + 2 ആണല്ലോ 8 സ്ക്വയർ. 3ന്റെ സ്ക്വയർ -3ന്റെ സ്ക്വയർ 9 8ന്റെ സ്ക്വയർ 64 64ഉം 9 കൂട്ടുക 73 റൂട്ട് 73 റൂട്ട് 73 പറഞ്ഞാല് റൂട്ട് 81 ആണെങ്കിലോ 9 നില റൂട്ട് 64 ആണെങ്കിലോ 8 നില ഇത് റൂട്ട് 73 ആണ്. അപ്പൊ 8നേക്കാൾ വലുതാ 9നേക്കാൾ ചെറിയ 8 പോയിന്റ് സംതിങ് ആയിരിക്കും ഇവർ തമ്മിലുള്ള. ഓക്കെ ഓക്കെ അടുത്ത ദിവസം 11,15 2,15 ഇവർ തമ്മിലുള്ള അകലം എന്ത്? വേറെ ക്വസ്റ്റ്യൻ ഉണ്ട് 3,20 3,6 ഉണ്ട് കേട്ടോ. ഈ അകലം നമുക്ക് ശേഷം കാണാം. ഇവർ തമ്മിലുള്ള അകലം കാണാം ശ്രദ്ധിക്കാം. റൂട്ട് ഓഫ് ഫസ്റ്റുകൾ തമ്മിൽ കുറക്കാനൊക്കെ 11 2 കുറക്കുക ഹോൾ സ്ക്വയർ. പിന്നെ എന്താ സംഭവിക്കുന്നു സെക്കൻഡുകൾ തമ്മിൽ കുറക്കുമ്പോ ഇവിടെയുള്ള y കോർഡിനേറ്റ് തന്നെയല്ലേ അവിടെ y1 തന്നെയല്ലേ y2. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ 15 - 15 അല്ലേ ഹോൾ സ്ക്വയർ സമ റൂട്ട് ഓഫ് ഇത് എത്ര 11 2 എത്ര 9 അല്ലേ പ്ലസ് ഇത് എത്ര 0 അല്ലേ 15 0 അല്ലേ അപ്പൊ 0 സ്ക്വയർ സമം റൂട്ട് ഓഫ് 9 സ്ക്വയർ 81 പിന്നെ പ്ലസ് 0 81 + 0 പറഞ്ഞാൽ 81 റൂട്ട് 81 പറഞ്ഞാൽ ഇതിന്റെ ലാസ്റ്റ് ആൻസർ എത്രയാണത് 9 ആണ്. ഇവർ തമ്മിൽ കുറച്ചു അതിന് കുറച്ച് 0 അപ്പൊ ഈ ഭാഗം പോകും അല്ലെ. പിന്നെന്താ സംഭവിക്കും ആ ഭാഗം വേണ്ടിയിട്ട് ആവശ്യമില്ല. പിന്നെ ഒരു 11ഉം 2ഉം ആണ്. ആ 11 2 കുറച്ച് എത്ര 9 അതിന്റെ സ്ക്വയർ എടുത്തിട്ടൊക്കെ പിന്നെ റൂട്ട് കിട്ടും. അതായത് y കോർഡിനേറ്റ്സ് സെയിം ആണെങ്കിൽ അങ്ങനെയുള്ള രണ്ട് പോയിന്റുകളുടെ ഡിസ്റ്റൻസ് കാണാൻ ഇത്ര പണിയുള്ളൂ. ഇവിടുത്തെ വൈകൾ സെയിം അല്ലേ അപ്പൊ പിന്നെ അത് നോക്കണം അത് 0 ആവും. എക്സ് കോർഡിനേറ്റ് തമ്മിൽ കുറച്ചാൽ മതി. എക്സ് കോർഡിനേറ്റ് 11ഉം 2ഉം അല്ലേ അത് കുറച്ച് എത്ര ഇട്ടാ 9 അതായിരിക്കും ആൻസർ. വേറെ പ്രശ്നം ഈ ബിന്ദുക്കളുടെ പ്രത്യേകത ഇതിന്റെ y കോർഡിനേറ്റ്സ് സെയിം എക്സ് കോർഡിനേറ്റ് സെയിം അല്ലേ. ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എത്ര 3 3 അല്ലേ. ഇതിന്റെ എക്സ് കോർഡിനേറ്റ് അങ്ങനെയാണെങ്കിൽ ഇത്തരം ബിന്ദുക്കൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ലാസ്റ്റ് ആൻസർ വരും ഇത് രണ്ടും 0 ആവും. ഈ 20ഉം 6ഉം തമ്മിൽ കുറച്ച് എത്ര വരാം 14 അല്ലേ അതായിരിക്കും ലാസ്റ്റ് വരും. കാണാം നമ്മൾ ഡിസ്റ്റൻസ് കാണാം കേട്ടോ. ആദ്യം 3 3 കുഴപ്പമില്ലേ 3 - 3 ഹോൾ സ്ക്വയർ. പിന്നെ 20ഉം 6ഉം 20 - 6 ഹോൾ സ്ക്വയർ സമ റൂട്ട് ഓഫ് 3 - 3 0 സ്ക്വയർ 20 6 14 സ്ക്വയർ സമ 0 സ്ക്വയർ പ്ലസ് 14 0 സ്ക്വയർ വേണ്ട 14 സ്ക്വയർ. സംഭവം ഇതാണ് 0 സ്ക്വയർ ഒഴിവാക്കിയാൽ റൂട്ട് 14 സ്ക്വയർ. റൂട്ടും സ്ക്വയറും വന്നാൽ അത് രണ്ടും പോകും. ഒരു സംഖ്യന്റെ റൂട്ട് എടുത്തിട്ട് സ്ക്വയർ എടുത്താൽ ആ സംഖ്യ കിട്ടുക.
അല്ലെങ്കിൽ ഒരു സംഖ്യയുടെ സ്ക്വയർ എടുത്തിട്ട് റൂട്ട് തന്നെ മാറും. ഇതൊരു സംഖ്യയുടെ സ്ക്വയർ എടുത്തിട്ട് റൂട്ട് എടുക്കും. അപ്പൊ ഈ റൂട്ടും പോകും സ്ക്വയറും പോകും. ലാസ്റ്റ് ആൻസർ 14 വരാം. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇതാ റൂട്ട് ഓഫ് 14 സ്ക്വയർ എത്രയും 196 സമം. ഓക്കെ 14 സ്ക്വയർ റൂട്ട് 196. 196 റൂട്ട് എത്ര? ഇത് ആരെ സ്ക്വയർ ആണെന്ന് നോക്കിയാൽ മതി. അപ്പൊ എങ്ങനെ വരാം? 14 വരും. സ്ക്വയർ എടുത്ത് റൂട്ട് എടുത്താലും റൂട്ട് എടുത്ത് സ്ക്വയർ എടുത്താലും അതേ നമ്പറാണ്. അപ്പോ ഈ ബിന്ദുക്കളുടെ പ്രത്യേകത ഇവിടെയൊക്കെ എക്സ് സൂചക സംഖ്യ എക്സ് കോർഡിനേറ്റ് സെയിം ആണ്. എക്സ് കോർഡിനേറ്റ് സെയിം ആണ് എന്ന് പറഞ്ഞാൽ എക്സുകൾ തുല്യമാവണമെങ്കിൽ ഇത് നീട്ടി വരച്ചാക്കുന്ന വരയുടെ പ്രത്യേകത അത് y അക്ഷത്തിന് സമാന്തരമായി. y അക്ഷത്തിന് സമാന്തരമായ വരയിലെ എക്സ് സൂചക സംഖ്യ തുല്യമായിരിക്കും. ഇതിന്റെ എക്സ് സൂചക സംഖ്യ എക്സ് കോർഡിനേറ്റ് സെയിം ആണ്. അതുകൊണ്ട് ഇത് ഈ പോയിന്റ് നീട്ടി വരച്ചാൽ ഇങ്ങനെ വരെ കിട്ടും. ആ വരിയിലെ എക്സ് സൂചക സംഖ്യകളൊക്കെ 3,1 3,2 3,3 3,4 3,5 3,6 3,7 അങ്ങനെ 3,20 അങ്ങനെ അതാണ് അതിന്റെ സൂചകങ്ങളുടെ പ്രത്യേകത. അത്തരം കേസുകളിൽ അത്തരം രണ്ട് ബിന്ദുക്കളുടെ ഡിസ്റ്റൻസ് കാണാൻ അവരുടെ വൈകൾ തമ്മിലാണ് കുറച്ചാൽ ആൻസർ ആയി പോസിറ്റീവിൽ എഴുതുന്നുണ്ടോ. ഈ ബിന്ദുക്കളുടെ പ്രത്യേകത ഇവരുടെ വൈ സൂചക സംഖ്യകൾ തുല്യമാണ്. വൈകൾ തുല്യമാണെങ്കിൽ അത്തരം രണ്ട് ബിന്ദുക്കളുടെ പ്രത്യേകത ആ രണ്ട് ബിന്ദുക്കൾ നീട്ടി വരച്ചാൽ ആ വര എക്സിന് സമാന്തരമായിരിക്കും. എക്സിന് പാരലൽ എക്സ് ആക്സിസ്. അങ്ങനെ എക്സ് ആക്സിന് പാരലൽ ആണെങ്കിൽ അതിലെ ബിന്ദുക്കളുടെ ഒക്കെ വൈ കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. നമ്മൾ പറഞ്ഞു ഇത് വൈ കോർഡിനേറ്റ്സ് സെയിം ആണ്. അതുകൊണ്ട് എക്സിന് പാരലൽ. അത്തരം ലൈനിലെ രണ്ട് ബിന്ദുക്കളുടെ അകലം കാണാൻ വൈകൾ സെയിം ആണല്ലോ എങ്കിൽ അവരുടെ എക്സുകൾ തമ്മിൽ കുറച്ചാൽ ആൻസർ ആയിരിക്കും. 11 2 തമ്മിൽ കുറച്ച് നോക്കാം. അതായിരിക്കും അകലം വരെ. ഓക്കെ നോക്കാം. 7,8 7,11 ഈ രണ്ട് ബിന്ദുക്കളുടെ പ്രത്യേകത എന്താ? ഈ രണ്ട് ബിന്ദുക്കളുടെ എക്സ് സൂചക സംഖ്യകൾ തുല്യമാണ് അല്ലെ? എക്സ് സൂചക സംഖ്യകൾ തുല്യമാണെങ്കിൽ ആ രണ്ട് ബിന്ദുക്കൾ നീട്ടി വരച്ചാൽ കിട്ടുന്ന വര വൈക്ക് സമാന്തരമായിരിക്കും. വൈ അക്ഷത്തിന് സമാന്തരം പാരലൽ ആയിരിക്കും. ആ വരയിലെ മറ്റൊരു ബിന്ദു എഴുതാൻ പറഞ്ഞാല് ഇത് 7, ഒരു നമ്പർ അല്ലേ? 7, വേറെ നമ്പർ. ഇതുപോലെ 7, ഒരു നമ്പർ 7 1 പറയാം 7 2 7 -5 7 20 ഒക്കെ ഇതിലെ ബിന്ദുക്കളാണ്. ഈ രണ്ട് ബിന്ദുക്കളുടെ പ്രത്യേകത എന്താ? വൈ സൂചക സംഖ്യ തുല്യമാണ്. 9കളല്ലേ? എക്സ് 25 ഇവിടെ എക്സ് 10 ഇവിടുത്തെ വൈ സൂചക സംഖ്യ തുല്യമാണ് എങ്കിൽ അത് നീട്ടി വരച്ചാൽ കിട്ടുന്ന വര വൈകൾ തുല്യമാണെങ്കിൽ നീട്ടി വരച്ചാൽ കിട്ടുന്ന വര എക്സിന് സമാന്തരമായിരിക്കും. എക്സിന് പാരലൽ. ഈ ലൈനിൽ വേറെ ബിന്ദു പറയാൻ പറഞ്ഞാൽ ഫസ്റ്റ് ഏത് നമ്പർ പിന്നെ 9 ആണ്. 5 9 24 9 60 9 -1 9 -48 9. ഇവ യോജിപ്പിച്ചിരിക്കുന്ന വരയിലെ മറ്റൊരു ബിന്ദുവിന്റെ സൂചക സംഖ്യ കോർഡിനേറ്റ് പറയാൻ പറഞ്ഞാൽ ഇവിടെ നോക്കാം. തുടക്കം -5 അല്ലേ? പിന്നെ എത്രയും -5 ഒരു നമ്പർ ഈ വരയിലേക്ക് -5 -3 -5 0 -5 600 ഈ വരയിലാണ്. ഇത് യോജിപ്പിച്ചിരിക്കുന്ന വരയുടെ പ്രത്യേകത എന്താ? ഇതിലെ വൈകൾ തുല്യമാണ്. വൈ കോർഡിനേറ്റ്സ് സെയിം ആണെങ്കിൽ അത് യോജിപ്പിച്ചാൽ എക്സിന് പാരലലായിരിക്കും. ഈ വരയിലെ മറ്റു രണ്ട് ബിന്ദുക്കളുടെ സൂചക സംഖ്യ പറഞ്ഞാൽ ഇത് എത്രയും കോമ -1 കണ്ടാ? -4 കോമ -1 ആദ്യത്തെ സംഖ്യ കുഴപ്പമില്ല. പിന്നെ -1 ആക്കിയാൽ 20 -1 -68 -1 0 -1 ഈ വരെ. ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള ബിന്ദുക്കളുടെ ഡിസ്റ്റൻസ് കാണാൻ വളരെ എളുപ്പമാർഗം ബിന്ദുതാണ്. പിന്നെ ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. ഡിസ്റ്റൻസ് അകലമാണ് സൂത്രാജ്യം. √(x1 - x2) +y1 - y2) ആണല്ലോ അല്ലെ? അങ്ങനെ ചെയ്താൽ കിട്ടും. കുറച്ച് സ്റ്റെപ്പ് ചെയ്താൽ കിട്ടും. എന്നാൽ എളുപ്പമാർഗമാണ് പറയുന്നത്. ഇവിടെ ബിന്ദുക്കളുടെ പ്രത്യേകത ഇവരുടെ എക്സുകൾ തുല്യമാണ് അല്ലെ? ആണല്ലോ. എങ്കിൽ അവരുടെ വൈകൾ തമ്മിൽ കുറച്ച ആൻസർ 8 ഉണ്ട് 11 ഉണ്ട്. എങ്ങനെ കുറക്കാം? പക്ഷെ ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് വലുത് ചെറുത് കുറക്കണം നല്ലത്. ഇനി ചെറുത് വലുത് കുറച്ച് നോക്കാം. അതിന് മോഡലസ് എടുത്താണ് 8 - 11 11 - 8 കാട്ടും. 11 - 8 ആൻസർ 3 ആണ്. 8 - 11 ആണെങ്കിലോ അതിന്റെ ആൻസർ -3. അപ്പൊ മോഡലസ് എടുത്താൽ മതി. മോഡ് അല്ലെ 3. ഇനിയിപ്പോ 8 - 11 മോഡ് എടുത്താൽ മോഡ് -3 കിട്ടും. -3ന്റെ മോഡ് അബ്സല്യൂട്ട് വാല്യൂ +3 കിട്ടും. ഇതിന്റെ അകലെ കാണാത്ത പണിയുള്ളൂ. തുടക്കം 25 17 അവസാനങ്ങൾ തുല്യല്ലേ? എങ്കിൽ 25 17 തമ്മിൽ കുറക്കാം. എങ്ങനെ കുറക്കാം? 17 ആണ് 25 കുറക്കാം. 25 ആണ് 17 കുറക്കാം. എങ്ങനെ കുറച്ചാലും പറയാൻ സാധിക്കില്ല. കാരണം ഇത് മോഡ് -8 17 25 വർഷം -8.
അതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ നെഗറ്റീവ് പോകും, പോസിറ്റീവ് വരാം. അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയുടെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് ആയിരിക്കും, കാരണം അത് ഡിസ്റ്റൻസ് ആണ്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ നമ്പർ ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ, ഫ്രം 0 ടു ദാറ്റ് നമ്പർ. ആ നമ്പറിന് പൂജ്യത്തിലേക്ക്, പൂജ്യത്തിൽ നിന്ന് ആ നമ്പറിലേക്ക് അകലത്തെയാണ് അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഓൾവേസ് പോസിറ്റീവ്, പോസിറ്റീവ് ആയിരിക്കും അകലം. ഓക്കെ, ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിൽ അകലം കാണാൻ ഇവിടെ നോക്കാം. തുടക്കം -5 അല്ലേ അകലം. സാധാരണ നമ്മൾ എങ്ങനെ ഡിസ്റ്റൻസ് കാണാം? x1 x2 കുറക്കുക ഹോൾ സ്ക്വയർ, പിന്നെ y1 y2 കുറക്കുക ഹോൾ സ്ക്വയർ. ഇവർ തമ്മിൽ കുറക്കുമ്പോൾ തന്നെ 0 പിന്നെ ഹോൾ സ്ക്വയർ മെയിൻ ചെയ്യേണ്ട ആവശ്യം. ഇവർ തമ്മിൽ കുറക്കുക ഹോൾ സ്ക്വയർ, റൂട്ട് എടുക്കൂലേ? സ്ക്വയർ ചെയ്ത് റൂട്ട് എടുത്ത് അറിയുമ്പോൾ കുറച്ചാൽ മതി. ഇത്ര ഉള്ളൂ. 6 -3 ആണ്. അപ്പൊ 6 3 കുറക്കാന്നുണ്ടെങ്കിൽ ഇതാണ് 6 3 കുറക്കുന്നത്. 6 -3 കുറക്കുക, 6 -3 കുറക്കുക റൂട്ട് എടുക്കുക, 3 എടുക്കുക. 6 + 3 9 ആണ് കിട്ടുക. അതിന്റെ ആൻസർ മോഡ് 9 പറഞ്ഞാല് 9. ഇതില് അവസാനത്തെ സംഖ്യ നോക്കുക -1കളാണ് എങ്കിൽ ഡിസ്റ്റൻസ് കാണുമ്പോൾ തമ്മിൽ കുറച്ചാണ്. ആരൊക്കെ? -90 -4 കുറക്കുക, -90 -4 കുറക്കുക, -90 -4 -90 കുറക്കുക കേട്ടാ. അങ്ങനെ -90 + 4 രണ്ട് -1 +1, അങ്ങനെ -90 + 4 എത്ര വരാ? -86 അല്ലേ? -86 മോഡുലസ് വരാ പോസിറ്റീവ് ആയിട്ട് വരാം 86. അപ്പൊ x കോർഡിനേറ്റ് തുല്യമാണെങ്കിൽ അകലം കാണാൻ y കോർഡിനേറ്റ് കുറച്ചാൽ മതി, പോസിറ്റീവിൽ പറയാം. y കോർഡിനേറ്റ് തുല്യമാണെങ്കിൽ ആ x കോർഡിനേറ്റ് തമ്മിൽ കുറച്ച് പോസിറ്റീവ് ആക്കി എഴുതാം. അതാണ് ഓക്കെ. ഓക്കെ, നമ്മൾ പറഞ്ഞത് കൂടെ പറയാം. സാധാരണ x1 y1 x2 y2 അല്ലെ, അതാണ് ഡിസ്റ്റൻസ് നമ്മൾ കാണാൻ ഉപയോഗിക്കുന്ന പോയിന്റുകൾ. ഇത് x1, y ആണ്, x2, y ആണ്. ഇത് x1 ഉം x2 സഫിക്സ് കൊടുക്കാൻ കാരണം ഈ നമ്പർ അല്ല ഈ നമ്പർ രണ്ടും മാറ്റുന്നത്. പക്ഷെ ഇവിടെ y1 y2 സെപ്പറേറ്റ് അല്ല, അത് രണ്ടും y ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ 7 5 3 5 എന്ന് പറഞ്ഞ മാതിരി ഇവിടുത്തെ നമ്പർ തന്നെയാണ് ഇതിന്റെ സഫിക്സിലല്ലോ. ഇത് രണ്ടും ഒരേ നമ്പറാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ y കോർഡിനേറ്റ് y സൂചക സംഖ്യ തുല്യമാണ്. x ന്റെ തുല്യമല്ല, x1 x2 ഡിഫറന്റ് ആക്കിയില്ലേ. അപ്പോ ഈ ബിന്ദുക്കളുടെ പ്രത്യേകത ഇത് y-കൾ തുല്യമായ ബിന്ദുവാണ്, യോജിപ്പിച്ചാൽ കിട്ടുന്നത് x ന് സമാന്തരമായി. അപ്പൊ അവർ തമ്മിൽ അകലം കാണാനും ഇത് രണ്ടും എന്തെങ്കിലും ഒരേ നമ്പറിന്റെ 0 ഇവർ തമ്മിൽ കുറച്ചാൽ മതി. ആരൊക്കെ? x1 ഉം x2 കുറച്ചാൽ മതി. x1 x2 വലിയ നമ്പർ നമുക്ക് അറിയില്ല, ഒന്നുകിൽ x1 x2 കുറക്കാം, അല്ലെങ്കിൽ x2 x1 എങ്ങനെ കുറക്കാം. അപ്പോ ഇത്തരം രണ്ട് ബിന്ദുക്കൾ തമ്മിൽ അകലം x2 x1 കുറക്കാം. ഇതിലിപ്പോ ഏതാ വലുതാണ്? ഇതാണ് വലുതെങ്കിൽ ഇത് ചെറുത് കുറച്ചാൽ പോസിറ്റീവ് കിട്ടും. ഇനി ഇതാണ് വലുതെങ്കിലോ ചെറുത് വലുത് കൊടുക്കുമ്പോൾ നെഗറ്റീവ് കിട്ടും. അപ്പൊ അവർ തമ്മിൽ ഡിസ്റ്റൻസ് ഇത്രേ ഉള്ളൂ, മോഡ് x2 - x. നമ്മൾ പറഞ്ഞ പറ്റും y-കൾ തുല്യമാണെങ്കിൽ ഡിസ്റ്റൻസ് കാണാൻ x-കൾ കുറച്ചാൽ കിട്ടും. ഇവിടെ കണ്ടോ, ഇവിടെയും ഇവിടെയും x ആണ്, ഒരേ നമ്പറാണ്. ഇത് രണ്ടും ഒരേ നമ്പറാണ്, y1 y2. അപ്പോൾ x-കൾ തുല്യമാണ്. ഇതിന്റെ പ്രത്യേകത യോജിപ്പിച്ചാൽ y-ക്ക് സമാന്തരമായ പാരലൽ കോണിലെ ലൈനാണ്. അത്തരം ലൈനിലെ ബിന്ദുക്കൾ തമ്മിലെ ഡിസ്റ്റൻസ് കാണാൻ ഇവർ തമ്മിൽ കുറച്ചാൽ മതി. ഇവർ തമ്മിൽ 0 y1 y2 കുറച്ചാൽ മതി. എങ്ങനെ കുറക്കാം? y1 y2 ആക്കാൻ y2 y1 കുറക്കാം. വലുത് ചെറുത് തിരിച്ചറിയാത്തതുകൊണ്ട് മോഡുലസ് കൊടുക്കാം. ഇതായിരിക്കും അവരുടെ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ y-കൾ തുല്യമാണെങ്കിൽ അവ യോജിപ്പിച്ചാൽ x ആക്സിന് പാരലൽ ആയിരിക്കും. അപ്പൊ അവർ തമ്മിൽ ഡിസ്റ്റൻസ് കാണാൻ x-കൾ തമ്മിൽ കുറച്ചാൽ മതി. x-കൾ തുല്യമാണെങ്കിൽ യോജിപ്പിച്ചാൽ y-ക്ക് പാരലൽ ആയിരിക്കും. അപ്പൊ പിന്നെ എന്ത് ചെയ്താൽ മതി? അവർ തമ്മിൽ ഡിസ്റ്റൻസ് കാണാൻ y-കൾ തമ്മിൽ കുറച്ചാൽ മതി. ഓക്കെ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ
5,3 അല്ലെ 5 ദൂരം സഞ്ചരിച്ച് 3 ദൂരം ഒന്നുമ്പോ 5 ആധാര ബിന്ദുവിൽ നിന്നും അങ്ങോട്ടുള്ള ദൂരത്തിന്റെ പ്രത്യേകത. ആധാര ബിന്ദു ഒറിജിനിൽ നിന്നും 5,3ലേക്ക് ഡിസ്റ്റൻസ് ആണ്. ഒറിജിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര 0,0. ഇവിടെ നിങ്ങളുടെ ഡിസ്റ്റൻസ് കാണാം. എങ്ങനെയാണ് ഡിസ്റ്റൻസ് ഈക്വൽ ടു റൂട്ട് ഓഫ് അല്ലെ എക്സുകൾ തമ്മിൽ കുറക്കുക. ഏതൊക്കെ എക്സുകൾ തമ്മിൽ 5ഉം ഫസ്റ്റ് താള് 5 ഇവിടെ ഫസ്റ്റ് 0 അല്ലേ 5ഉം 0 കുറക്കുക പ്ലസ് പിന്നെയോ 3ഉം 0 കുറക്കുക 3 കുറക്കാൻ 5 മൈനസ് 0 പറഞ്ഞാൽ 5 പ്ലസ് 3 മൈനസ് 0 പറഞ്ഞാൽ 3 ബാക്കി 25 വരും 3 സ്ക്വയർ 9 25 കൂട്ടി 34 റൂട്ട് 34 വരും അല്ലെ 25 പ്ലസ് 9 34 ഓക്കെ. ഈ ഒരു സാധനം ശ്രദ്ധിക്കുക. ഇവിടെ 5 3 ആയതുകൊണ്ടാണ് 0 0 അല്ലേ 5 3 ആയതുകൊണ്ടാണ് 5 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ 7 1 ആയതെങ്കിൽ എങ്ങനെ വരിക? ഇവിടുന്ന് 7 1ക്കുള്ള ഡിസ്റ്റൻസ് എങ്ങനെ വരിക പറയും? 7 1ലേക്ക് 7 മൈനസ് 0 അല്ലേ. അപ്പൊ 7 മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് പിന്നെ 1 മൈനസ് 0 ഹോൾ സ്ക്വയർ വരിക. 7 മൈനസ് 0 പറഞ്ഞാൽ 7 സ്ക്വയർ പ്ലസ് 1 മൈനസ് 0 പറഞ്ഞാൽ 1 സ്ക്വയർ. അതായത് ഒറിജിനിൽ നിന്ന് ആധാര ബിന്ദുവിൽ നിന്ന് 0 0 നിന്നാണ് ഡിസ്റ്റൻസ് കാണുമെങ്കിൽ 7ലേക്കും 1ലേക്കും ആണെങ്കിൽ അതിന്റെ ആൻസർ റൂട്ട് ഓഫ് 7 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആയിരിക്കും. പിന്നെ ബാക്കി ചെയ്താൽ 5 3ലേക്കാണെങ്കിൽ റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. 8 2ലേക്കാണെങ്കിലോ റൂട്ട് ഓഫ് 8 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ആയിരിക്കും. അപ്പൊ ആധാര ബിന്ദുവിൽ നിന്ന് ഒറിജിനിൽ നിന്നും ഏതോ ഒരു പോയിന്റ് ആണ് x1y x1y ഏത് പോയിന്റ് അവിടേക്കുള്ള ഡിസ്റ്റൻസ് ഇത്ര ഉള്ളൂ. ആധാര ബിന്ദു എന്നല്ലേ 0 0 എന്നല്ലേ 0 0 എന്നല്ലേ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് റൂട്ട് ഓഫ് ഇതിന്റെ സ്ക്വയർ പ്ലസ് അതിന്റെ സ്ക്വയർ റൂട്ട് ഓഫ് x1 ന്റെ സ്ക്വയർ പ്ലസ് y1 ന്റെ സ്ക്വയർ ആയി. ഇതാണ് ആധാര ബിന്ദുവിൽ നിന്നും x1 y1 ലേക്കുള്ള ഡിസ്റ്റൻസ് കാണുന്ന ഇക്വേഷൻ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ആദ്യം പഠിച്ച x1 മൈനസ് x2 ഹോൾ സ്ക്വയർ അല്ലേ y1 അത് തന്നെയാണ്. അതിലേക്ക് മറ്റൊരു പിന്നെ ഷോർട്ടസ്റ്റിലേക്ക് ഇവിടെ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അതാണ് ആധാര ബിന്ദുവിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കാണുന്ന ഇക്വേഷൻ. ഓക്കെ, ആധാര ബിന്ദുവിൽ നിന്നും 6 8ലേക്കുള്ള അകലങ്ങൾ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒറിജിൻ ആൻഡ് ദ പോയിന്റ് 6,8. ഹൗ ഫാർ ദ പോയിന്റ് 6 8 ഫ്രം ദ ഒറിജിൻ. ഒറിജിനിൽ നിന്നും ആധാര ബിന്ദുവിൽ ഇത് എത്ര അകലെയാണ്? ആധാര ബിന്ദുവിന്റെ അകലം കാണാം. എങ്ങനെ അകലം കാണാം? ഡിസ്റ്റൻസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ശരിക്കും 0 0 അല്ലേ 6 മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് 8 മൈനസ് 0 ഹോൾ സ്ക്വയർ റൂട്ട് എടുത്ത ആൻസർ ആവും അല്ലേ. എളുപ്പമാർഗം നമ്മൾ പഠിച്ചു. ആധാര ബിന്ദുവിനാണെങ്കിൽ 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ചെയ്ത് റൂട്ട് എടുത്താൽ മതി. റൂട്ട് ഓഫ് 6 36 8 64 സമ റൂട്ട് ഓഫ് 64 10 കൂട്ടി 100 ആണ്. 100 റൂട്ട് എത്ര വരിക? കറക്റ്റ് 10 ആണ്. ആധാര ബിന്ദു നിങ്ങൾക്ക് 10 ഡിസ്റ്റൻസ്. ഒറിജിനിൽ നിന്നും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു -4 കോമൺ ഡിസ്റ്റൻസ് ഈക്വൽ ടു ആ -4 ലെ അതിന്റെ സ്ക്വയറും -2 ലെ അതിന്റെ സ്ക്വയറും കൂട്ടി റൂട്ട് എടുത്താൽ മതി. ഓക്കെ, ബാക്കി സ്റ്റെപ്പോ -4 സ്ക്വയർ -16 ഇല്ല പ്ലസ് ആണ് വരിക. പിന്നെ 4 2 സ്ക്വയർ 4 16ഉം 4 വരുമ്പോ 20 റൂട്ട് 20 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആധാര ബിന്ദുവിൽ നിന്നും ഒറിജിനിൽ നിന്നും -7 -5 ഡിസ്റ്റൻസ് വരിക റൂട്ട് ഓഫ് -7 ന്റെ സ്ക്വയർ പ്ലസ് -5 ന്റെ സ്ക്വയർ. ബാക്കിയുടെ എഴുതി നോക്കാം. 7 ന്റെ സ്ക്വയർ 49 5 ന്റെ സ്ക്വയർ 25 റൂട്ട് 74 ആയിരിക്കും ആധാര ബിന്ദുവിൽ നിന്നും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ചിത്രത്തിലെ ചതുർഭുജത്തിന്റെ വശങ്ങളുടെയും വികരണങ്ങളുടെയും നീളം കണ്ടുപിടിക്കും. കാൽക്കുലേറ്റ് the length of sides and diagonals of the quadratic line. ഇതാണ് ചോദ്യം.
ഈ ചതുർഭുജല്ലേ ക്വാഡ്രാറ്റിൽ, ഇതിന്റെ ഈ 4 വശങ്ങളുടെ നീളം കാണാം. കൂടാതെ ഈ ഡയഗണൽ വികരണത്തിന്റെ നീളം, ഇതിന്റെയും നീളം കാണാം. നമുക്ക് തൽക്കാലം ഇത് പേര് കൊടുക്കും. ഇത് എ ആണ്, ബി കൊടുക്കുക, സി കൊടുക്കുക, ഡി. എ ബി സി ഡി എന്ന ക്വാഡ്രിലാറ്ററിന്റെ 4 വശത്തിന് നീളം കാണും. എ ബി കാണും, ബി സി, സി ഡി, എ ഡി അത്രയും കാണും. അതാണ് വശങ്ങളുടെ നീളം, ലെങ്ത് ഓഫ് സൈഡ്സ്. ഇനി ലെങ്ത് ഓഫ് ഡയഗണൽസ് വികരണ നീളം എ സി കാണും, അതുപോലെ ബി ഡിയും കാണും. ഓക്കെ, തുടങ്ങാം. എ ബി ഇതല്ലേ എയും ബിയും. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റുകളുടെ ദൂരത്തെയാണ് എ ബി എന്ന നീളം കൊണ്ട് സൂചിപ്പിക്കുക. ഈ 2 പോയിന്റുകൾ തമ്മിൽ ഡിസ്റ്റൻസ് കാണാൻ നമ്മൾ പഠിച്ചു അല്ലെ, കുറെ എളുപ്പമാർഗങ്ങൾ പഠിച്ചു. റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ, അതാണ് ഡയറക്റ്റ് ഇക്വേഷൻ. ഇനി എക്സുകൾ സെയിം ആണെങ്കിൽ വൈകൾ തമ്മിൽ കുറച്ചാൽ മതി, വൈകൾ സെയിം ആണെങ്കിൽ എക്സുകൾ തമ്മിൽ കുറച്ചാൽ മതി, ഡിസ്റ്റൻസ് ആവും. ആധാര ബിന്ദു ഒറിജിനൽ ആണ് ഒരു പോയിന്റ് പോണെങ്കിൽ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നുള്ള ദൂരം കാണും. x1 ഉം x2 കുറക്കുക ഹോൾ സ്ക്വയർ, y1 ഉം y2 കുറക്കുക ഹോൾ സ്ക്വയർ, റൂട്ട് എടുത്ത് ആൻസർ കിട്ടും. എന്നാൽ ഇവിടെ ഈ പോയിന്റുകളുടെ പ്രത്യേകത, ഇവിടുത്തെ x1 അല്ല ഇവിടുത്തെ x അല്ലെ, മറ്റേ x1 x2 മാറ്റണം. ഇവിടുത്തെ y1 ഉം ഇവിടുത്തെ y2 സെയിം ആണ്. വൈകൾ തുല്യമാണെങ്കിൽ ഡിസ്റ്റൻസ് കാണാൻ വളരെ എളുപ്പമാകുന്നുണ്ട്. അവരുടെ എക്സുകൾ കുറച്ചാൽ മതി, മോഡൽസ് കിട്ടാൻ മതി. ഇവിടെ x -3 ആണ്, അവിടുത്തെ x 1 ആണ്. അപ്പൊ -3 1 ഉം തമ്മിൽ കുറച്ചാൽ മതി. -3 1 തമ്മിൽ കുറക്കാം, മോഡൽസ് എടുക്കാം. അല്ലെങ്കിൽ റൂട്ട് ഓഫ് -3 -1 ഹോൾ സ്ക്വയർ പ്ലസ് -2 -2 ഹോൾ സ്ക്വയർ, അപ്പോൾ തന്നെ കിട്ടുക. അത്ര ലെങ്ത് ആയിട്ട് പോകുന്നില്ല. -3 -1 ആണ് -4, മോഡൽസ് -4 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഈ ദൂരം 4 ആണ്, എ ബിയുടെ നീളം 4 ആണ്. ഇനി നമുക്ക് ബി സി കാണാം, പിന്നെ സി ഡി ഉണ്ട്, എ ഡി ഉണ്ട്. ഓക്കെ, ഇതാണ് 4 സൈഡ്. എന്നിട്ട് നമുക്ക് വികരണം ഡയഗണൽ കാണാം. ഇനി ബി സി ആണ്, ബി 1, ഉണ്ട്, സിയോ 0. അപ്പൊ ആധാര ബിന്ദു നിങ്ങളുടെ ദൂരം കാണാൻ നമ്മൾ എളുപ്പമാർഗം പഠിച്ചില്ലേ, റൂട്ട് ഓഫ് ഇതിന്റെ സ്ക്വയർ പ്ലസ് അതിന്റെ സ്ക്വയർ ചെയ്താൽ മതി അല്ലേ. അപ്പൊ ബി സി റൂട്ട് ഓഫ് 1 സ്ക്വയറും പിന്നെയോ -2 സ്ക്വയർ, റൂട്ട് ഓഫ് 1 ന്റെ സ്ക്വയർ 1, -2 ന്റെ സ്ക്വയർ 4, റൂട്ട് ഓഫ് 1 + 4 ആണ് 5 ആണ്, റൂട്ട് 5. ഇവിടെ നിങ്ങളുടെ റൂട്ട് 5 ഡിസ്റ്റൻസ്. ഇനി സി ഡി ആണ്, സി ഇതാ ഡി ആധാര ബിന്ദു അല്ലെ സി. ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് കാണാൻ എളുപ്പമാർഗം റൂട്ട് ഓഫ് -3 ന്റെ സ്ക്വയർ പ്ലസ് 1 ന്റെ സ്ക്വയർ, റൂട്ട് ഓഫ് -3 ന്റെ സ്ക്വയർ പ്ലസ് 1 ന്റെ സ്ക്വയർ, റൂട്ട് ഓഫ് -3 ന്റെ സ്ക്വയർ 9, 1 ന്റെ സ്ക്വയർ 1. അങ്ങനെ റൂട്ട് 9 കൂട്ടിയാൽ 10, റൂട്ട് 10. ഇനി ഇതാ എ ഡി ആണ്. എ ഡിയുടെ പ്രത്യേകത ഇവിടുത്തെ x -3 ആണ്, അവിടുത്തെ x -3 ആണ്. വൈകൾ ഡിഫറെന്റ് ആണ്. എക്സുകൾ തുല്യമാണ് എന്ന് പറഞ്ഞാൽ അത് y ആക്സിന് പാരലൽ പോകണം. എക്സുകൾ തുല്യമാണെങ്കിൽ എളുപ്പമാർഗം വൈകൾ തമ്മിൽ കുറച്ചാൽ ആൻസർ ആയി. വൈകൾ ഏതാ 1 -2 തമ്മിൽ കുറക്കാം. മോഡൽസ് വേണം, 1 -2 കുറക്കാം, 1 -2 കുറക്കാം. മോഡൽസ് മോഡ് എടുത്തു. 1 - -2 1 + 2 ആണ്. മോഡ് 1 + 2 3, മോഡ് 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ, അപ്പൊ ഈ 4 ഡിസ്റ്റൻസ് കിട്ടി. എ ബി കിട്ടി, ബി സി കിട്ടി, സി ഡി കിട്ടി, എ ഡി കിട്ടി. ഇതാണ് 4 വർഷം കൊണ്ട് ലെങ്ത് ഓഫ് സൈഡ്സ് വർഷങ്ങൾ. ഇനി എ സിയും അതുപോലെ ബി ഡിയും കാണാം, അപ്പോഴാണ് വികരണം കൊണ്ട് നീളം. ഓക്കെ, എ സി എയും സിയും തമ്മിൽ ഡിസ്റ്റൻസ് ഇതല്ലേ ഒരു ഡയഗണൽ വികരണം. ഇത് ആധാര ബിന്ദുവാണ്. ഇവിടെ നിങ്ങൾക്ക് ദൂരം കാണാൻ എളുപ്പമാർഗം റൂട്ട് ഓഫ് ഇതിന്റെ സ്ക്വയർ പ്ലസ് അതിന്റെ സ്ക്വയർ അല്ലെ, റൂട്ട് ഓഫ് -3 യുടെ ഹോൾ സ്ക്വയർ പ്ലസ് -2 ന്റെ ഹോൾ സ്ക്വയർ സമ റൂട്ട് ഓഫ് -3 ന്റെ 9 ആണ്, -2 ന്റെ 4 ആണ്. റൂട്ട് ഓഫ് 9 4 13, റൂട്ട് 13 ആണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ്. ഇനി ബി ഡി ആണ്. ഇത് 1, -2 ആണ്, ഇത് -3, 1 ആണ്. ഇവിടുത്തെ എക്സ് അല്ല ഇവിടെ, ഇവിടുത്തെ വൈ അല്ല ഇവിടെ. ആധാര ബിന്ദു ഒറിജിനൽ ഒന്നല്ല എങ്കിൽ ഡയറക്റ്റ് മെത്തേഡ് എക്സുകൾ തമ്മിൽ കുറക്കുക അല്ലെ. റൂട്ട് ഓഫ് എക്സുകൾ തമ്മിൽ കുറക്കുക. ആരൊക്കെയാണ്? ഒരു 1 ഉം ഒരു -3 ഉണ്ട്. 1 -3 കുറക്കുക, കണ്ടോ? 1 -3 കുറക്കുക പ്ലസ് സെക്കൻഡ് 1 -2 കുറക്കുക, 1 -2 കുറക്കുക ഹോൾ. 1 -3 എന്ന 1 -1 + 3 ഹോൾ സ്ക്വയർ കേട്ടോ, പ്ലസ് ഇത് 1 + 2 ഹോൾ സ്ക്വയർ. റൂട്ട് ഓഫ് 1 + 3 എന്ന 4 അല്ലേ, 4 സ്ക്വയർ പ്ലസ് 1 + 2 ആണല്ലോ 3 സ്ക്വയർ. റൂട്ട് ഓഫ് 4 സ്ക്വയർ 16, 3 സ്ക്വയർ 9, 16 1 കൂട്ടാം
25 റൂട്ട് 25 ആണത്രേ 5. അപ്പൊ ഇവിടെ നിന്നിട്ട് 5 യൂണിറ്റ്. ഇങ്ങനെയാണ് വശങ്ങളുടെ നീളം വികരണങ്ങളുടെ നീളം കാണാം. ഓക്കെ 2,1 3 4 -3 6 എന്നീ ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ ഒരു മട്ട ത്രികോണം കിട്ടുമെന്ന് തെളിയിക്കും. Prove that by joining the points 2 1 3 4 -3 6 we get a right angle triangle. ഓക്കെ ഇതാണ് ചോദ്യം. ഇത് 3 യോജിപ്പിച്ചാൽ ഒരു മട്ട ത്രികോണം റൈറ്റ് ട്രയാങ്കിൾ കിട്ടുന്നതാണ് തെളിയിക്കുന്നത്. ഓക്കെ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ നമുക്കറിയാം. ട്രയാങ്കിൾ ആണെങ്കിൽ 3 ആംഗിൾസ് കൂട്ടിയാൽ 180 ആണ് അല്ലെ. റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, മറ്റു 2 ആംഗിൾ ലെസ് ദാൻ 90 ആയിരിക്കും. മറ്റു 2 ആംഗിളിലെ സമ്മ് 90 ആവും അല്ലെ. അതിന്റെ സൈഡ്സിന്റെ പ്രത്യേകതയാണ് നമ്മൾ പറയാൻ പോകുന്നത്. 3 സൈഡിന്റെ പ്രത്യേകത ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ അല്ലെ. പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ സമം കർണ സ്ക്വയർ അല്ലെ. രണ്ടു വശങ്ങളുടെ സ്ക്വയർ കൂട്ടിയാൽ മൂന്നാമത്തെ വശത്തിന്റെ സ്ക്വയർ ആവണമെങ്കിൽ ആ ത്രികോണം മട്ട ത്രികോണമായി. അപ്പൊ നമ്മള് ഇവർക്ക് പേര് കൊടുക്കാം. ഇത് എ ആണ്, ഇത് ബി ആണ്, സി ആണ്. 3 പോയിന്റ് ഉണ്ടാവും അല്ലെ. ഇത് പ്ലെയിനിലെ പ്ലെയിനിലെ പ്രതലത്തിലെ 3 തലത്തിലെ 3 പോയിന്റുകളാണ്. അത് 3 യോജിപ്പിച്ചാൽ മട്ട ത്രികോണമെന്ന് തെളിയിക്കുന്നത്. അപ്പൊ ഒരു പോയിന്റ് ഇവിടെ ഒന്ന് തുടങ്ങിയത്. അപ്പൊ അത് യോജിപ്പിച്ചാൽ കിട്ടുന്ന ത്രികോണത്തിന്റെ പേര് എ ബി സി കൊടുക്കുക. അപ്പൊ എ ബി സി എന്ന ത്രികോണമല്ലേ. എ ബി സിയുടെ 3 വശങ്ങളുടെ നീളം കാണാം. എ ബി ബി സി എ സി ഈ നീളങ്ങൾ കാണാം. എ ബി കാണണം, പിന്നെ ബി സി കാണാം, എ സി കാണാം. എങ്ങനെ എ ബി കാണാം? എ ബി എന്ന് പറഞ്ഞാൽ ഇത് ബിക്കുള്ള ദൂരല്ലേ. ഇതല്ലേ എ, ഇതല്ലേ ബി. എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാം. പറയാം റൂട്ട് ഓഫ് എയും ബിയും ഇത് രണ്ടും ഫസ്റ്റുകൾ തമ്മിൽ കുറക്കുക. ആരൊക്കെ ഫസ്റ്റ്? 3 1 2 അല്ലേ. ആ 3 2 കുറക്കുക. പിന്നെ സെക്കൻഡുകൾ തമ്മിൽ കുറക്കുക. 4 1 അല്ലേ. 4 3 കുറക്കുക. അതിന്റെ റൂട്ട് ട്ടോ സമ റൂട്ട് ഓഫ് 3 1 കുറച്ചൊക്കെ 3 2 കുറച്ചൊക്കെ 1 സ്ക്വയർ അല്ലേ. 4 1 കുറച്ചൊക്കെ 3 സ്ക്വയർ സമം റൂട്ട് 9 1 റൂട്ട് 10. എ ബിയുടെ നീളം റൂട്ട് 10. ഓക്കെ അടുത്തത് ബി സിയുടെ നീളം കേട്ടോ. ബിയും സിയും ഇതാണ് ബി, ഇതാണ് സി. ഫസ്റ്റുകൾ തമ്മിൽ കുറക്കുക ഹോൾ സ്ക്വയർ. റൂട്ടിന്റെ റൂട്ട് ആർക്ക് ഫസ്റ്റ് 3 -3 അല്ലേ. 3 3 അല്ല പറഞ്ഞത്. 3 -3 തമ്മിൽ കുറക്കുക ഹോൾ സ്ക്വയർ. പിന്നെ 4 6 4 6 അല്ലെങ്കിൽ 6 4 ഈക്വൽ ടു റൂട്ട്. ഇത് 3 + 3 ആണ്. ഓക്കെ അപ്പൊ 6 4 6 എത്ര? -2 അല്ലേ. അതിന്റെ സ്ക്വയർ റൂട്ട് ഓഫ് 6 ന്റെ സ്ക്വയർ 36, 2 ന്റെ സ്ക്വയർ 4, 36 4 കൂട്ടൽ 40 അല്ലേ. റൂട്ട് 40. ബി സി റൂട്ട് 40. ഓക്കെ അടുത്തത് എയും സിയും. എ സി കാണും. എ സി റൂട്ട് ഓഫ് 2 എയും സിയും 2 -3 കുറക്കുക. 2 -3 കുറക്കുക കൊടുക്കുക അല്ലെ. പിന്നെയോ 1 6 കുറക്കുക. 1 6 കുറക്കുക കൊടുക്കുക. സമം റൂട്ട് ഓഫ് 2 -3 ഒക്കെ 2 + 3 വരും. 5 സ്ക്വയർ വരും. 1 - 6 -5 ആണ്. അതിന്റെ സ്ക്വയർ റൂട്ട് ഓഫ് 5 ന്റെ സ്ക്വയർ 25 ആണ്. -5 ന്റെ സ്ക്വയർ 25 ആണ്. 25 കൂട്ടിയാൽ 50. അപ്പൊ റൂട്ട് 10 റൂട്ട് 40 റൂട്ട് 50 3 വർഷങ്ങളായി. ഓക്കെ അപ്പൊ റൂട്ട് 10 റൂട്ട് 40 റൂട്ട് 50. റൂട്ട് 10 എന്ന് പറഞ്ഞാൽ റൂട്ട് 9 പറഞ്ഞാൽ 3-നേക്കാൾ കുറച്ചുണ്ട് അല്ലെ. റൂട്ട് 9 3 അല്ലേ. റൂട്ട് 10 പറഞ്ഞാൽ 3-നേക്കാൾ കുറച്ച് കൂടും. റൂട്ട് 36 ആണ് 6, അത് 6-നേക്കാൾ കുറച്ച് കൂടും. റൂട്ട് 49 ആണ് 7, ഇത് 7-നേക്കാൾ കുറച്ച് കൂടും. അപ്പൊ ഇതാണ് വലുത്. എത്രക്കില്ല അതേപോലെ ചെറുത്. അപ്പൊ ഇത് രണ്ടും ഏറ്റവും ചെറിയ 2 വർഷങ്ങളായിരിക്കും. ഇതാണ് ഏറ്റവും വലിയ വശം അല്ലെ. ഇതായിരിക്കും ആ ത്രികോണത്തിന്റെ വലിയ വശം. ഇത് അതിനേക്കാൾ ഏറ്റവും ചെറിയ വശം. അപ്പൊ ഒരു മട്ട ത്രികോണം തെളിയിക്കണം. 2 വശങ്ങളുടെ നീളങ്ങളുടെ സ്ക്വയർ കൂട്ടിയാൽ മൂന്നാമതിന്റെ സ്ക്വയർ അല്ലേ. എ സ്ക്വയർ + ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ. 2 വശങ്ങളുടെ സ്ക്വയറുകൾ കൂട്ടിയാൽ മൂന്നാമതിന്റെ സ്ക്വയർ ആണ്. അപ്പൊ മൂന്നാമത്തെ വലുതാ വരിക. ഇതിന്റെ സ്ക്വയർ കൂട്ടും. ഏതൊക്കെ? എ ബി എന്നൊരു വശം അതിന്റെ സ്ക്വയർ, ബി സി എന്ന വശം. ഇതാണ് ചെറിയ 2 വശം. എ സി വലുതല്ലേ, ഏറ്റവും വലുതല്ലേ. ഇത് എടുക്കണ്ട. ചെറിയ 2 വശങ്ങളുടെ സ്ക്വയർ കൂട്ടുക. ഇതല്ലേ ചെറിയ ഒരു വശം അതിന്റെ സ്ക്വയർ. അടുത്ത ചെറിയ വശം റൂട്ട് 40 അല്ലേ, അതിന്റെ സ്ക്വയർ കൂട്ടുക. റൂട്ട് 10ന്റെ സ്ക്വയർ, റൂട്ടും സ്ക്വയറും വന്നാൽ രണ്ടും എടുക്കും, വെറും 10. റൂട്ടും സ്ക്വയറും വന്നാൽ ഒക്കെ പോകും 40 മാത്രം. അപ്പൊ 40 + 10 എത്ര? 50.
എ ബി സ്ക്വയറും ബി സി സ്ക്വയറും കൂട്ടിയപ്പോ 50 കിട്ടും. ഇനി ഇതിന്റെ സ്ക്വയർ വെറുതെ കാണാം, എ സിന്റെ സ്ക്വയർ കാണാം. ഏതാ എ സി ആണെന്നല്ലേ, √50 സ്ക്വയർ എത്രയാ. അപ്പൊ എ ബി സ്ക്വയറും ബി സി സ്ക്വയറും കൂട്ടിയപ്പോ 50 കിട്ടി, എ സി സ്ക്വയർ 50 കിട്ടി. എന്ന് പറഞ്ഞാല് എ ബിന്റെ സ്ക്വയറും ബി സിന്റെ സ്ക്വയറും കൂട്ടിയപ്പോ നമുക്ക് എ സിന്റെ സ്ക്വയർ കിട്ടും അല്ലേ. ഇത് പൈതഗോറ സിദ്ധാന്തം അനുസരിക്കുന്നു. പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ സമം കർണ്ണ സ്ക്വയർ അല്ലേ, ബേസ് സ്ക്വയർ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു കർണ്ണ സ്ക്വയർ അല്ലേ. അതുകൊണ്ട് ഇത് പൈതഗോറ തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, തെളിയിക്കുന്നുണ്ട്, അത് ശരിയാവുന്നുണ്ട്. അതുകൊണ്ട് ആ തന്നിരിക്കുന്ന 3 പോയിന്റിലെ അത് 3ഉം ഒരു മട്ട ത്രികോണത്തിന്റെ ശീർഷങ്ങളാകും. 3 പോയിന്റും വെർട്ടിസസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആധാരബിന്ദു കേന്ദ്രവും ആരം 10ഉമായി ഒരു വൃത്തം വരക്കുന്നു. സൂചക സംഖ്യകൾ 6, 9, 5, 9, 6, 8 ആയ ബിന്ദുക്കൾ ഈ വൃത്തത്തിനകത്തോ പുറത്തോ വൃത്തത്തിൽ തന്നെയോ എന്ന് പരിശോധിക്കും. ഈ വൃത്തത്തിലെ 12 ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ എഴുതുക. A circle of radius 10 is drawn with the origin as center. Check whether each of the points with the coordinates 6, 9, 5, 9, 6, 8 is inside, outside or on the circle. Write the coordinates of 12 points on this circle. Radius 10 ആയ ഒരു സർക്കിൾ വരക്കുന്നു. Okay. അതിന്റെ സെന്റർ ആധാരബിന്ദു ഒറിജിൻ ആണ്. ഇതാണ് ഒറിജിനായി ഒറിജിനല്ലേ, ഇത് സെന്റർ ആയിട്ട് സർക്കിൾ വരും. ഓക്കെ, 0, 0 ഇതാണ് നമ്മൾ ഒറിജിൻ ഉണ്ടോ. ഇത് സർക്കിളിന്റെ സെന്റർ ആണ്. സർക്കിളിന്റെ സെന്റർ എക്സ് ആക്സും വൈ ആക്സും മീറ്റ് പോയിന്റ് ഇത് സർക്കിളിന്റെ സെന്റർ ആയിട്ട് എത്ര റേഡിയസില് സർക്കിൾ വെച്ചു, റേഡിയസ് 10. അപ്പൊ ഇതും 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 ഇതൊക്കെ 10. ഇവിടെ നിങ്ങൾക്ക് 10 ആണ്, ഇവിടുന്ന് സർക്കിളിലേക്ക് എവിടെ വെച്ചാലും 10 ആണ്. ഓക്കെ, ചോദ്യം. ആറ് 9, 5, 9, 6, 8 ഈ ബിന്ദുക്കളൊക്കെ വൃത്തത്തിന്റെ ഉള്ളിലാണോ പുറത്താണോ അതിന് വൃത്തത്തിലാണോ. 6, 9 തന്നെ 6 ദൂരം പോയിട്ട് ഇവിടുന്ന് 10 ദൂരല്ലേ, 6 ദൂരം പോയിട്ട് 9 ദൂരം പോകണം. ചിലപ്പോ ഇവിടെ വരും, ചിലപ്പോ ഇവിടെ ചിലപ്പോ ഇവിടെ അല്ലെ. 5, 9 5 പോയിട്ട് പോകണം, ചിലപ്പോ ഇവിടെ വരും, ചിലപ്പോ ഇവിടെ തട്ടിക്കും, ചിലപ്പോ ഇവിടെ. 6, 8 ആണെങ്കിലോ 6 ദൂരം പോയിട്ട് 8 ദൂരം പോകണം, ചിലപ്പോ ഇവിടെ 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 എവിടെയൊക്കെ. അപ്പൊ ഈ 3 പോയിന്റ് എന്നാലും ഒക്കെ പോസിറ്റീവുകളാണ്. ഈ എക്സ് ആക്സും വൈ ആക്സും മറ്റേ 4 കോർഡിനേറ്റ് ഫസ്റ്റ് കോർഡിനേറ്റിലാണ് വരിക. ആ പോയിന്റ് ഇവിടെ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഈ സർക്കിൾ എവിടെയെങ്കിലും എവിടെയാണ് അവരുടെ സ്ഥാനം എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കാം. ഇത് ആധാര ബിന്ദു ഒറിജിനാണ്. ഇവിടുന്ന് ഈ സർക്കിളിലേക്ക് ഒരു വര വെച്ചാൽ കറക്റ്റ് ഇവിടെ വരെ വെച്ചാൽ അതിന്റെ നീളം 10 ആയിരിക്കും. ആ സർക്കിളിന് അപ്പുറം പോയാൽ അത് 10നേക്കാൾ വലുതായിരിക്കും. ആ സർക്കിളിലേക്കാൾ എത്തിയിട്ടില്ലെങ്കിൽ അതിന് 10ൽ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടുന്ന് 10നേക്കാൾ വലിയൊരു വര വരച്ചാൽ അത് സർക്കിളിന് പുറത്തു പോകും. 10നേക്കാൾ കുറവാണെങ്കിൽ അത് സർക്കിളിനുള്ളിലേ നിൽക്കുള്ളൂ. കറക്റ്റ് 10 ആണെങ്കിൽ അത് സർക്കിളിൽ നിൽക്കും. ആ 6, 9 എന്ന പോയിന്റ് ഇവിടെ ഉള്ളിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും അല്ലെങ്കിൽ സർക്കിൾ എവിടെയാണ് ഈ സംഖ്യയിൽ നിന്നും 6, 9ലേക്കുള്ള അകലം കാണും, ഡിസ്റ്റൻസ് കാണും. അത് കറക്റ്റ് 10 ആണ്. 6, 9ലേക്ക് ഇവിടുന്ന് 6, 9ലേക്ക് കറക്റ്റ് 10 ആണ് ഡിസ്റ്റൻസ് എങ്കിൽ ആ പോയിന്റ് സർക്കിള് തട്ടി. 10നേക്കാൾ കുറവാണ് ഡിസ്റ്റൻസ് എങ്കിൽ അത് ഇവിടുത്തെ എത്തിയ ഉള്ളിലേക്കാണ്. 10നേക്കാൾ കൂടുതലാണ് പോയിന്റ്, ആ പോയിന്റ് പുറത്താണ് എഴുതുക. 10നേക്കാൾ കൂടുതൽ. അപ്പൊ ആധാര ബിന്ദു ഒറിജിനിൽ നിന്നും ഈ പോയിന്റിലേക്ക് ഡിസ്റ്റൻസ് കാണും. കറക്റ്റ് 10 ആണെങ്കിൽ ആ 6, 9 എന്ന പോയിന്റ് സർക്കിളിൽ തട്ടിയേക്കും. 10നേക്കാൾ കുറവാണെങ്കിൽ 10നേക്കാൾ കുറവേ ഉള്ളൂ ഡിസ്റ്റൻസ് എങ്കിൽ അത് സർക്കിളിന്റെ ഉള്ളിലേക്ക്. 10ൽ കൂടുതലാണെങ്കിൽ സർക്കിളിന്റെ പുറത്തായിരിക്കും. ഇത് തന്നെയാണ് എല്ലാ ആളുകൾക്കും ചെക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് എവിടുന്ന ആധാര ബിന്ദു ഒറിജിനല്ലേ 6, 9ലേക്കുള്ള ഡിസ്റ്റൻസ് കാണും. 6, 9ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കാണുന്നത്. എങ്ങനെയാണ് ആ ഡിസ്റ്റൻസ് കാണുമ്പോൾ √6² + 9² ഇതേപോലെ 6² + 9².
36 ഒമ്പതിന്റെ സ്ക്വയർ 81 കൂട്ട 110 117 റൂട്ട് 117 റൂട്ട് 100 അല്ലേ 10 വരെ അപ്പൊ അത് റൂട്ട് 100നേക്കാൾ വലുതല്ലേ 10നേക്കാൾ വലുതല്ലേ ഈ റൂട്ട് 117 എന്ന് പറഞ്ഞാൽ റൂട്ട് 121 ആവുമ്പോ 11 ആവും റൂട്ട് 100 ആവുമ്പോ 10 ആണ് ഇത് 10നേക്കാൾ വലുതാണ് ദിസ് വൺ ഗ്രേറ്റർ ദാൻ 10 ഇത് വലുതാണ് ഇതിനേക്കാൾ 10നേക്കാൾ ആരത്തേക്കാൾ റേഡിയസിനേക്കാൾ വലുതാണ് അങ്ങനെ അപ്പൊ ഇവിടുന്ന് റേഡിയസിനേക്കാൾ വലുതാണ് എങ്കിൽ ആ പോയിന്റ് എവിടേക്കാണ് സർക്കിളിന്റെ ഔട്ട്സൈഡ് പുറത്തായി അതുകൊണ്ട് 6 9 എന്ന പോയിന്റ് സർക്കിളിന്റെ എവിടെയാണ് ഔട്ട്സൈഡ് ആണ് ഓക്കെ ഇനി 5 9 സെറ്റ് ചെയ്യാം 5 9 അറിയണമെങ്കിൽ ആധാര ബിന്ദുവിൽ നിന്നും 5 9 ഡിസ്റ്റൻസ് കാണാം എങ്ങനെയാണ് റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ റൂട്ട് ഓഫ് 5 25 9 81 അല്ലേ 106 റൂട്ട് 106 അല്ലേ ഈ 100 ആണെങ്കിൽ 10 റൂട്ട് 106 ആണെങ്കിലോ അത് 10നേക്കാൾ വലുതാണ് റേഡിയസിനേക്കാൾ വലുതാണ് അതുകൊണ്ട് 5 9 വൃത്തത്തിന് പുറത്താണ് 5 4 ആണ് എന്ത് ചെയ്യാം എങ്ങനെ ഡിസ്റ്റൻസ് കാണാം ഉണ്ടാക്കാം 5ന്റെ സ്ക്വയർ 4ന്റെ സ്ക്വയർ കൂട്ടാം റൂട്ട് ഓഫ് 25 16 39 റൂട്ട് 39 10നേക്കാൾ ചെറുതല്ലേ അപ്പൊ ഈ പോയിന്റ് സർക്കിളിന്റെ ഉള്ളിൽ വരും കേട്ടോ 6 8 എവിടെ നോക്കും 6 8ലേക്ക് ഡിസ്റ്റൻസ് എങ്ങനെയാണ് റൂട്ട് ഓഫ് 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ കണ്ടോക്കാം 36 64 കണ്ടോക്കാം കറക്റ്റ് റൂട്ട് 100 റൂട്ട് 100 ആണ് കറക്റ്റ് 10 അപ്പൊ ഇവിടുന്ന് ആ പോയിന്റിലേക്ക് 6 8 ഡിസ്റ്റൻസ് കറക്റ്റ് 10 ആണ് അതുകൊണ്ട് 6 8 സർക്കിളിന്റെ എവിടെയാണ് സർക്കിളിലാണ് അല്ലെ വൃത്തത്തിലാണ് ഇത് രണ്ടും വൃത്തത്തിന്റെ പുറത്തായിരിക്കും ഓക്കെ ഇനി ഇത് 12 പോയിന്റ് എഴുതാൻ പറയാം അല്ലേ നമ്മൾ പറയാം ഓക്കെ സർക്കിളിലെ പോയിന്റ് ആണ് ഈ സർക്കിൾ എവിടെയാണ് ഇത് സർക്കിളർ പോയിന്റ് ഇതൊന്നും സർക്കിളർ പോയിന്റ് ഇത് സർക്കിളർ പോയിന്റ് ആണ് ഇതൊക്കെ സർക്കിളർ പോയിന്റ് ആണ് ഇത് സർക്കിളർ പോയിന്റ് ആണ് ഇത് സർക്കിളർ പോയിന്റ് ആണ് സർക്കിളിൽ 12 പോയിന്റ് കണ്ടു ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് റേഡിയസ് 10 അല്ലേ അപ്പൊ ഇത് 10,0 അല്ലേ എക്സ് ആക്സിൽ y 0 ആയിരിക്കും അതേമാതിരി ഇതും ഡിസ്റ്റൻസ് 10 തന്നെയാണ് അപ്പൊ ഇങ്ങോട്ട് പറയുമ്പോ -10 ഇതും 10 തന്നെയാണ് അപ്പൊ 0 10 ഇതും 10 തന്നെയാണ് അപ്പൊ 0 -10 4 പോയിന്റ് ആയില്ലേ ഇനി ഇത് സർക്കിളിന്റെ പുറത്താണ് ഇത് സർക്കിളിന്റെ പോയിന്റ് അല്ലേ ആരെങ്ങനെ 6 8 6 പോയിട്ട് 8 കൊണ്ട ഇതാണ് 6 8 അപ്പൊ ആ പോയിന്റ് 4 നമുക്ക് 10 വെച്ചിട്ട് കിട്ടി ഈ ഒരു പോയിന്റ് ചെക്ക് ചെയ്ത് കിട്ടി 6 8 ഇവിടുന്ന് കണ്ടാക്കാം അവർക്കൊക്കെ ഡിസ്റ്റൻസ് ഇതാ ഇവിടുന്ന് 10 പോയി ഡിസ്റ്റൻസ് ഉണ്ടാക്കാം റൂട്ട് ഓഫ് 10 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ റൂട്ട് ഓഫ് 100 പ്ലസ് 0 റൂട്ട് 100 10 വരെ ഇവിടുന്ന് കേട്ടോ റൂട്ട് ഓഫ് 36 പ്ലസ് 64 റൂട്ട് 100 10 ഇല്ലേ 6 8ന്റെ അതേമാതിരി ഒരാൾ പക്കത്തോ 6 8ന്റെ ചിഹ്നം മാറ്റിയാൽ ഇങ്ങോട്ട് നെഗറ്റീവ് പ്ലസ് മൈനസ് -6 പ്ലസ് 8 ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ റൂട്ട് ഓഫ് -6ന്റെ സ്ക്വയർ പ്ലസ് 8ന്റെ സ്ക്വയർ -6ന്റെ സ്ക്വയർ 6 സ്ക്വയർ 36 പ്ലസ് 64 ഇതേമാതിരി പണി ഉണ്ടോ നിങ്ങൾക്ക് -6 മൈനസ് അതേമാതിരി പണി ഉണ്ടോ 6 മൈനസ് അപ്പൊ 6 8 4 ആൾക്കാർ അല്ലേ 4 8 ഇനി 4 കൂടി വേണം 12 ഈ 6 8 അങ്ങോട്ട് കൊണ്ട് മാറ്റുക 8 6 പറ്റും 8 പോയിട്ട് 6 ഇതാ 8 6 വൃത്തത്തിലേ വരും കാരണം നിങ്ങൾ ഡിസ്റ്റൻസ് കണ്ടോക്കാം അങ്ങനെ കണ്ടോക്കാം റൂട്ട് ഓഫ് 8ന്റെ സ്ക്വയർ പ്ലസ് 6ന്റെ സ്ക്വയർ അല്ലേ 64 പ്ലസ് 36 36 പ്ലസ് 64 100 ആവില്ല റൂട്ട് 100 10 വരിക ഇതേ 8 ആണ് ഇങ്ങോട്ട് -8 6 ഇങ്ങോട്ട് വരുമ്പോ -8 -6 ഇങ്ങോട്ട് വരുമ്പോ 8 -6 ഓക്കെ അപ്പൊ ഇതാണ് 12 ബിന്ദു 10 0 -10 0 10 0 -10 ഓക്കെ ആ 4 6 8 -6 8 -6 -8 6 -8 അടുത്തത് 8 6 ആ 4 മിനിറ്റ് 8 6 -8 6 -8 -6 8 -6 ഇങ്ങനെയാണ് 12 ബിന്ദുക്കൾ ഓക്കെ അപ്പൊ ഒരു സംഖ്യയുടെ സ്ക്വയർ പ്ലസ് വേറെ സംഖ്യയുടെ സ്ക്വയർ 10 ആവുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ സർക്കിളിൽ നിന്ന് പറയാം ഓക്കെ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്ററുമായി നമ്മൾ തിരിച്ചു ഓക്കെ